ഈ തെരുവുനായ ശല്യം വളരെ വലിയൊരു രൂക്ഷമായ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്തും തെരുവുനായ ശല്യം രൂക്ഷമാണ്. തെരുവുനായ കലിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും തന്നെ. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതാണ് തലസ്ഥാന നഗരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നഗരം കൈയടക്കി തെരുവു നായ്ക്കൾ. കാൽനട യാത്രക്കാർക്ക് മാത്രമല്ല വാഹനയാത്രക്കാർക്കും പേടി കൂടാതെ സഞ്ചരിക്കാൻ സാധിക്കാത്ത സ്ഥിതി. ഈ പട്ടികളെ പിടിച്ചോണ്ട് പോയി അവർക്ക് വാക്സിനൊക്കെ കൊടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ കൊണ്ടിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു കോഴിയെ വളർത്താൻ അങ്ങനെ ഒന്നും പറ്റില്ല. ഈ പട്ടികളെ കൊണ്ട് തിരിച്ചിടുമ്പോഴേ പിന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പട്ടികളെ അവർ കൊണ്ടുപോയി വാക്സിൻ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ഏരിയയിൽ കൊണ്ടുവിടുവാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികളെയൊക്കെ വെളിയിൽ വിടാനും പേടിയാണ്. ഇപ്പം കുട്ടികളുമായി അവധി ദിവസങ്ങളിൽ ബീച്ചിലോ മറ്റോ എത്തിയാലും സമാധാനത്തോടെ ആസ്വദിക്കാൻ സാധിക്കില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ഏതു നിമിഷവും തെരുവുനായയുടെ ആക്രമണം എത്താം. എത്രയോ പരാതി ഉയർന്നിട്ടും ശാശ്വതമായ പരിഹാരമായില്ലെന്നും ആക്ഷേപമുണ്ട്. പട്ടിയൊക്കെ ആണെങ്കിൽ ഒത്തിരിയും പട്ടികളുണ്ട്. ഈ പിള്ളേരൊക്കെ ഓടി കളിക്കണം കാണുമ്പോൾ പട്ടി വിചാരിക്കും പട്ടിയുടെ പുറകെ പോകണമായിരിക്കും എന്ന് പറഞ്ഞ് പട്ടി കുറച്ചുകൊണ്ട് അതുങ്ങളെ ഓട്ടിക്കും. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ആരും അതിനെക്കുറിച്ചൊന്നും ചോദിക്കുക അല്ലെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് പോവുകയോ ഒന്നും ചെയ്യണില്ല. എന്തോ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇടുകയാണെന്ന് പറഞ്ഞിട്ട് 1ന് 9 പെരുകി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഇച്ചിരി കൂടെ ഒരു നിഴൽ വരുമ്പോഴേക്കും കാണാം നിങ്ങൾക്ക്. ഒരു മനുഷ്യനാണ് ചത്ത് കിടന്നാൽ അവർക്ക് അതൊരു വിഷയമല്ല. പക്ഷേ പട്ടി എന്തെങ്കിലും ഒരു കല്ലെറിയുകയോ എന്തെങ്കിലും ഒരു വഴക്കുറേ ചെയ്ത് അതൊരു വലിയ വിഷയമാക്കി എടുക്കും. ചില ആളുകൾ ഈ പട്ടിക്ക് വാങ്ങിച്ചുകൊണ്ടൊക്കെ വെച്ചു കൊടുക്കുക. എന്നാൽ അത് ഒരു മനുഷ്യർക്കാണ് അവരെയൊക്കെ വീട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ടാണോ പറഞ്ഞതെന്ന് പോലും അന്ന് പറഞ്ഞു. എന്തോ ഇപ്പോൾ പട്ടി ഇങ്ങനെ എടുത്ത് കൊച്ചുങ്ങളെ നടത്തിയും കൊണ്ടുപോകും, പട്ടി എടുത്ത് ഇങ്ങനെ തോളത്തിട്ടുകൊണ്ടാണ് പറഞ്ഞത്. തെരുവുനായയുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന കേസുകളിലും തെരുവുനായ ശല്യം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. വർദ്ധിച്ചു വരുന്ന പേവിഷബാധ മരണങ്ങൾ, നഗരങ്ങൾ കൈയടക്കി തെരുവുനായകൾ. ജനങ്ങൾക്ക് എന്ന് ഭീതി കൂടാതെ നഗരത്തിലൂടെ ഇറങ്ങി നടക്കാൻ സാധിക്കും? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. ഇനി വേണ്ടത് ഉത്തരമാണ്. അധികൃതരോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. എത്രയും പെട്ടെന്ന് ഈ തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരമാകണം. ഭീതി കൂടാതെ ജനങ്ങൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ സാധിക്കണം. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.